അതിരൂക്ഷമായ കരയുദ്ധമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം തെക്കൻ ലെബനനിൽ നടത്തുകയാണ് ഇസ്രായേലി സേന. തെക്കൻ ലെബനിലേക്ക് കടന്നു കയറിയ ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇരമ്പിയാർക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരിട്ടുള്ള യുദ്ധത്തിൽ, നേരിട്ടുള്ള ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരവാദികളെ ഇതിനകം തന്നെ ഇസ്രായേലി സേന കൊന്നു തള്ളിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇസ്രായേലി സേനയ്ക്കും നേരിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ ലെബനീസ് മാധ്യമങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട 20ഓളം പട്ടണങ്ങളിലേക്കാണ് ഇസ്രായേലി സേനയുടെ കരയുദ്ധം കഴിഞ്ഞ മണിക്കൂറുകളിൽ ആരംഭിച്ചത്. അതിന് തൊട്ടു മുൻപ് വ്യോമസേന ഈ പ്രദേശങ്ങളിൽ വമ്പൻ ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ 89ാം ബറ്റാലിയൻ ലെബനനിലേക്ക് കടന്നു കയറി വമ്പിച്ച കരയാക്രമണം നടത്തിയത്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ ചില വാർത്തകൾ പുറത്തു വരുന്നു. നബാത്തി അടക്കമുള്ള തെക്കൻ ലെബനനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളും പട്ടണങ്ങളും അടക്കം 25 ഇടങ്ങളിൽ നിന്ന് സാധാരണക്കാരായ സിവിലിയന്മാർ ഒഴിഞ്ഞു പോകണമെന്ന അന്ത്യശാസനമാണ് IDF നൽകിയിരിക്കുന്നത്. നേരത്തെ 23ഓളം വരുന്ന പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് IDF വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ 25 പട്ടണങ്ങളും നഗരങ്ങളും അടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് സാധാരണക്കാർ ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പാണ് IDF നൽകുന്നത്. ഏത് നിമിഷവും ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകാം. തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് നബാത്തി അടക്കമുള്ള പട്ടണങ്ങൾ. ആ പട്ടണങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്നാണ് സിവിലിയന്മാർക്ക് IDF നൽകിയിരിക്കുന്ന അന്ത്യശാസനം. അവിടെ ഏതെങ്കിലും വീടുകളിലുള്ള സാധാരണക്കാർ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയോ ഹിസ്ബുള്ളയുടെ കമാൻഡർമാർ അവിടെ താമസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ ദോഷമായി ബാധിക്കും. ഹിസ്ബുള്ളയുമായി പരമാവധി അകലം പാലിക്കുക, ഹിസ്ബുള്ളയെ കൃത്യമായി മനസ്സിലാക്കുകയും ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്യുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടപ്പാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ലെബനൻ പൗരന്മാരുടെ ജീവൻ സുരക്ഷിതമാകണമെങ്കിൽ അവർ ഹിസ്ബുള്ളയിൽ നിന്നും അകലം പാലിക്കണമെന്നാണ് ഇപ്പോൾ IDFന്റെ വക്താവ് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവന. അപ്പോൾ തെക്കൻ ലെബനനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുകയാണ് ഇസ്രായേലി സേന. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ഒഴിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും വടക്കൻ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭീഷണിയാകരുത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന. ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനനിലുള്ള ശക്തി മുഴുവൻ ക്ഷയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന തെക്കൻ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളുടെ ഇടവേളയിൽ അതിരൂക്ഷമായ ആക്രമണം. ലെബനനിലെ അതിർത്തി കടന്നു കയറിയ ഇസ്രായേലിൻ്റെ സേന ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നേർക്കുനേർ നടത്തുന്നത്. ഹിസ്ബുള്ളയുടെ നിരവധി കമാൻഡർമാർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും ലെബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ്. സമാനതകളില്ലാത്ത ആക്രമണം ലെബനനിലേക്ക് നടത്തുകയാണ് ഇസ്രായേലി സേന. ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഒരേ സമയം ഹമാസിനെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെ, ഹൂതികൾക്കെതിരെ, എന്തിനേറെ പറയുന്നു ഇറാനെതിരെ, ഇറാഖിനെതിരെ, സിറിയക്കെതിരെ ഒക്കെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു. ഒരു കുഞ്ഞൻ രാജ്യം, ഒരു ജൂത രാജ്യം, അത് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ വലിയ വമ്പൻ യുദ്ധമാണ് കഴിഞ്ഞ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ലെബനൻ സിറിയ അതിർത്തി വഴിയാണ് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് കടത്തുന്നത് എന്ന് IDF ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സിറിയ ലെബനൻ അതിർത്തിയിലുള്ള മസ്ന അതിർത്തി വഴി വൻതോതിൽ ആയുധങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ ഹിസ്ബുള്ളയ്ക്ക് ഇറാനിൽ നിന്ന് എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ IDF വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മസ്ന അതിർത്തിയിൽ വമ്പൻ പരിശോധനയാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ ലെബനൻ സിറിയ അതിർത്തി വഴിയുള്ള സാധാരണക്കാർ കടന്നു പോകുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അഭയാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇടനാഴികൾ ആയുധക്കടത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്നതായി ഇപ്പോൾ ഇസ്രായേലി സേന മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്തുകൂടെ വൻതോതിലുള്ള ആയുധങ്ങളാണ് ഹിസ്ബുള്ളയ്ക്കായി എത്തുന്നത് എന്ന്
IDF തിരിച്ചറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മസ്ന അതിർത്തി വഴിയുള്ള ഒരു ട്രക്കിനെ ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു. ആ ട്രക്ക് നിറയെ സ്ഫോടക വസ്തുക്കളായിരുന്നു എന്നും അത്യധികം പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്കായി കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി നിതാന്ത ജാഗ്രത സിറിയ ലെബനൻ അതിർത്തിയിൽ പുലർത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രായേലി സേന. ഏതെങ്കിലും സാഹചര്യത്തിൽ സിറിയയിൽ നിന്ന് ലെബനനിലേക്ക് ആയുധങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ എത്തുകയാണെങ്കിൽ ആ നിമിഷം ആക്രമണം ഉണ്ടാകുമെന്ന് IDF മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നമുക്കറിയാം ഹിസ്ബുള്ളയുടെ ഭാഗത്തുള്ള ആയുധങ്ങൾ ഏറെക്കുറെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ 60% ആയുധങ്ങളെയും നേരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള ആക്രമണത്തിൽ ഇസ്രായേലി സേന നശിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ വേണം. അത് എത്തിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്തം ഇറാൻ്റേതാണ്. കാരണം ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തി പിടിച്ചു നിൽക്കേണ്ടത് ഇറാൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ കൃത്യമായ ഇടവേളകളിൽ എത്തിച്ചു കൊടുക്കേണ്ടത് ഇറാൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ ആയുധക്കടത്തിൻ്റെ ശൃംഖല തന്നെ തകർക്കാനുള്ള ശ്രമമാണിപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ റൂട്ടാണ് സിറിയ ലെബനൻ അതിർത്തി എന്നുള്ളത് കൃത്യമായി IDF-ന് അറിയാം. അതുകൊണ്ട് തന്നെ ആ റൂട്ട് വഴിയുള്ള ആയുധക്കടത്തിന് തടയിടുക എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും ലക്ഷ്യവും. അത്തരത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അധികം വൈകാതെ ലെബനനിലെ ഹിസ്ബുള്ളയെ ചാരമാക്കാനാകുമെന്ന് ഇസ്രായേലിനറിയാം. ഇപ്പോൾ തന്നെ കനത്ത പ്രഹരം ഹിസ്ബുള്ളയ്ക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു IDF. തലവന്മാരില്ല, ഹസൻ നസ്രുള്ള അടക്കമുള്ള മുഴുവൻ കമാൻഡർ തലവന്മാരെയും ഇസ്രായേൽ സേന കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാം കിട നേതാക്കൾ മാത്രമാണ് ഹിസ്ബുള്ളയെ നയിക്കാനുള്ളത്. അതിലാരും തന്നെ ഹിസ്ബുള്ളയുടെ നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നില്ല. കാരണമുണ്ട്. ഹിസ്ബുള്ളയുടെ നേതൃത്വം ഏറ്റെടുത്ത് വരുന്ന ആളിൻ്റെ തല മൊസാദും ഷിൻബെറ്റും അടക്കം അധികം വൈകാതെ കൊയ്യുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ടുള്ള ഓപ്പറേഷൻ മാത്രമാണിപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും വടക്കൻ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭീഷണിയാകരുത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന. ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനനിലുള്ള ശക്തി മുഴുവൻ ക്ഷയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന തെക്കൻ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളുടെ ഇടവേളയിൽ അതിരൂക്ഷമായ ആക്രമണം. ലെബനനിലെ അതിർത്തി കടന്നു കയറിയ ഇസ്രായേലിൻ്റെ സേന ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നേർക്കുനേർ നടത്തുന്നത്. ഹിസ്ബുള്ളയുടെ നിരവധി കമാൻഡർമാർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും ലെബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ്. സമാനതകളില്ലാത്ത ആക്രമണം ലെബനനിലേക്ക് നടത്തുകയാണ് ഇസ്രായേലി സേന. ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഒരേ സമയം ഹമാസിനെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെ, ഹൂതികൾക്കെതിരെ, എന്തിനേറെ പറയുന്നു ഇറാനെതിരെ, ഇറാഖിനെതിരെ, സിറിയക്കെതിരെ ഒക്കെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു. ഒരു കുഞ്ഞൻ രാജ്യം, ഒരു ജൂത രാജ്യം, അത് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ വലിയ വമ്പൻ യുദ്ധമാണ് കഴിഞ്ഞ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്.